വെൽക്കം ബാക്ക് ടു ISKC ഇംഗ്ലീഷ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോനൗൺസ്, അതായത് പ്രോനൗൺസിന്റെ 3 കേസസ്, സബ്ജക്റ്റീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്, അതുപോലെ തന്നെ പൊസസീവ് കേസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമുക്കറിയാം പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? പേഴ്സണൽ പ്രോനൗൺസിൽ വരുന്നത് ഫസ്റ്റ് പേഴ്സൺ വരുന്നുണ്ട്, സെക്കൻഡ് പേഴ്സൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. നോക്കൂ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് എന്നുള്ള പ്രോനൗണിന്റെ യൂസ് ആണ്. യൂസസ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് നേരെ പോവാം. അപ്പൊ നോക്കൂ, യൂസസ് ഓഫ് ഇറ്റ്. ഒന്നാമത്തേത് ടു റെഫർ ടു നോൺ ലിവിങ് തിങ്സ് ഓർ ആനിമൽസ്. ആദ്യമായിട്ടുള്ള ഉപയോഗം വരുന്നത് നോൺ ലിവിങ് തിങ്സ്, അതുപോലെ തന്നെ അനിമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനില്ലാത്തവ. നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്തവയെ കുറിച്ചും അതുപോലെ തന്നെ അനിമൽസ് മൃഗങ്ങളെ കുറിച്ചും റെഫർ ചെയ്യുന്നതിന്, പരാമർശിക്കുന്നതിന് വേണ്ടി ഇറ്റ് ഉപയോഗിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ പറയാട്ടോ. എക്സാമ്പിൾ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഒരു പിക്ചർ കാണിച്ചു കൊടുത്തുള്ള എക്സാമ്പിൾ. ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ, ആ പിക്ചറിലേക്ക് നോക്കൂ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ ഇറ്റ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിക്ചർ ഈസ് ബ്യൂട്ടിഫുൾ, അതായത് നോൺ ലിവിങ് ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ദിസ് ഈസ് എ വെയിൽ. ഇതൊരു വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? തിമിംഗലം. ദിസ് ഈസ് എ വെയിൽ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ എർത്ത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആനിമൽ. ഇതാണ് ലാർജസ്റ്റ് ആനിമൽ. ഇത് പറഞ്ഞ ഏതാ? അതായത് തിമിംഗലം. അപ്പൊ ഇവിടെ ആനിമല്, തിമിംഗലത്തെ ആനിമൽ, അപ്പൊ അതാണ് ഇറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ടു എക്സ്പ്രസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അടുത്തതായിട്ട് പറയുന്നത് സമയവും അതുപോലെ തന്നെ ദൂരവും. രണ്ട് കാര്യം പറയുന്നത്, സമയവും ദൂരവും, ടൈമും ഡിസ്റ്റൻസും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ടൈം പറയാ? നോക്കൂ, ഇറ്റ് ഈസ് 5 AM. ഇവിടെ ഇറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് സമയമാണ്. ഇറ്റ് ഈസ് 5 AM. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൺലി 2 kilometers ഫ്രം ഹിയർ. ഇവിടെ രണ്ടാമത്തേതിന് ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഓൺലി 2 kilometers ഫ്രം ഹിയർ. ഇവിടുന്ന് വെറും 2 കിലോമീറ്റർ ദൂരം. ഇറ്റ് ഈസ് 5 AM, അതായത് ഇറ്റ് ഈസ് 5 AM. ഇത് 5 മണി എന്ന് പറഞ്ഞാൽ സമയം. അപ്പൊ സമയത്തെയും അതുപോലെ തന്നെ സ്ഥലത്തെയും. മൂന്നാമത്തേത് ഇറ്റിന്റെ ഉപയോഗമാണ് ടു റെപ്രസെന്റ് എ പ്രീവിയസ്ലി മെൻഷൻഡ് പേഴ്സൺ ഓർ തിങ്. അതായത് മുൻപ് പറഞ്ഞ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി, അവയെ മെൻഷൻ ചെയ്യുക. ആദ്യം പറഞ്ഞതിനെ വീണ്ടും പറയാം. ആദ്യം പറഞ്ഞത് കേട്ടോ. അപ്പൊ നോക്കുക, എക്സാമ്പിൾ നോക്കുക. ഹി ഡ്രിങ്ക്സ് ആൽക്കഹോൾ ആൻഡ് ഹിസ് വൈഫ്. അവൻ മദ്യം കഴിക്കുന്നു. ഹി ഡ്രിങ്ക്സ് ആൽക്കഹോൾ, അവൻ മദ്യം കഴിക്കുന്നു. ആൻഡ് ഹിസ് വൈഫ് ഡസൻറ്റ് ലൈക്ക് ഇറ്റ്. അവന്റെ ഭാര്യ ഡസൻറ്റ് ലൈക്ക് ഇറ്റ്, അത് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ അത് പറഞ്ഞത് മുൻപ് പറഞ്ഞതാണ്, അതായത് മദ്യം. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ, ദിസ് ഈസ് എ ഡയമണ്ട് നെക്ലേസ്. ദിസ് ഈസ് എ ഡയമണ്ട് നെക്ലേസ്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഇതൊരു ഡയമണ്ട് നെക്ലേസ് ആണ്. ദിസ് ഈസ് എ ഡയമണ്ട് നെക്ലേസ്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഇത് വളരെ കോസ്റ്റ്ലി ആണ്, വളരെ വില കൂടിയതാണ്. ഏത്? ആ നെക്ലേസ്. അപ്പൊ ആ നെക്ലേസ് അവിടെ ഇറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് രണ്ടാമത്തെ സെന്റൻസിൽ നെക്ലേസ്, ആദ്യത്തേതില് മദ്യം. ഇത് രണ്ടും മുൻപ് റെഫർ ചെയ്തതാണ്. അടുത്ത ഇറ്റിന്റെ ഉപയോഗമാണ് ഇൻട്രൊഡക്ടറി ഇറ്റ്. എന്താണ്? ഇൻട്രൊഡക്ടറി ഇറ്റ് കേട്ടോ. ഇൻട്രൊഡക്ടറി ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാചകത്തിന്റെ തുടക്കത്തിൽ ഇറ്റ് വെച്ച് വാചകം തുടങ്ങാം. ഇറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം? വാചകം തുടങ്ങാം. അങ്ങനെ തുടങ്ങുന്നതിനാണ് എന്ത് പറയാ? ഇൻട്രൊഡക്ടറി ഇറ്റ് എന്ന് പറയാ കേട്ടോ. എക്സാമ്പിൾ നോക്കൂ. ഇറ്റ് വാസ് ഹേമ ഹു ഹെൽപ്ഡ് മീ ടു റൈറ്റ് ദിസ് ലെറ്റർ. ഇറ്റ് വാസ് ഹേമ, ഹേമയായിരുന്നു അല്ലെ? ഇറ്റ് വാസ് ഹേമ, ഇത് ഹേമയായിരുന്നു. അവൾ എന്താ ചെയ്തത്?
ഹു ഹെൽപ്ഡ് മീ ടു റൈറ്റ് ദിസ് ലെറ്റർ. ഇത് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഈ കത്തെഴുതാൻ എന്നെ സഹായിച്ചത് ഹേമയായിരുന്നു. ഇറ്റ് വാസ് ഹേമ ഹു ഹെൽപ്ഡ്. ഹേമയാണ് എന്നെ സഹായിച്ചത്. ഇറ്റ് വാസ് ഹേമ, ഇത് ഹേമയായിരുന്നു. അപ്പൊ ഇവിടെ ഇറ്റ് വെച്ചാണ് ആ സെന്റൻസ് ബിഗിൻ ചെയ്യുന്നത്, തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ടറി ഇറ്റ്. അടുത്ത ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സോൾവ് ദിസ് മാത്തമെറ്റിക്സ് പ്രോബ്ലം. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സോൾവ് ദിസ് മാത്തമെറ്റിക് പ്രോബ്ലം. ഈ മാത്തമെറ്റിക്സ് പ്രോബ്ലം, മാത്സിലെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമല്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി, ഇവിടെ ഇറ്റ് വെച്ചിട്ടാണ് ഈ സെന്റൻസ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻട്രൊഡക്ടറി ഇറ്റ്. നോക്കൂ അടുത്തത്. ഇറ്റ് ആസ് എ സബ്ജക്റ്റ് ഫോർ ഇംപേഴ്സണൽ വെർബ്. നോക്കൂ അടുത്തത് പറയുന്നത് ഇറ്റ് എന്നുള്ളത് എന്താണ്? ഇംപേഴ്സണൽ വെർബിന്റെ സബ്ജക്റ്റ്. ഇറ്റ് എന്നുള്ളത് എന്താണ്? ഇറ്റ് ആസ് എ സബ്ജക്റ്റ് ഫോർ ഇംപേഴ്സണൽ വെർബ്. എക്സാമ്പിൾ, ഇറ്റ് സീംസ് ദാറ്റ് ഹി ഈസ് ബിസി. ഇറ്റ് ആസ് എ സബ്ജക്റ്റ് ഫോർ ഇംപേഴ്സണൽ വെർബ്. ഇവിടെ സീംസ് എന്നുള്ളത്, സീംസ് എന്നുള്ള ഇംപേഴ്സണൽ വെർബ്, ആ വെർബിന്റെ സബ്ജക്റ്റ് ആണ് ഇത് ഇറ്റ് കേട്ടോ. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഈസ് ബിസി. അവൻ ബിസിയായ പോലെ തോന്നുന്നു, അല്ലെങ്കിൽ അവൻ ബിസി ആണെന്ന്. ഇറ്റ് സീംസ് തോന്നുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ദാറ്റ് ഹി ഈസ് ബിസി, അവൻ ബിസിയാണെന്ന്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ ആണ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഹി ഈസ് ലുക്കിംഗ് ഹിസ് കോൺഷ്യസ്നസ്. സോറി, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഹി ഈസ് ലൂസിങ് ഹിസ് കോൺഷ്യസ്നസ്. അവന്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന പോലെ ഇറ്റ് അപ്പിയേഴ്സ്, ആ രീതിയിൽ അവൻ അപ്പിയർ ചെയ്യുന്നു. മീൻസ് അവന്റെ പെരുമാറ്റത്തിലോ അവന്റെ പ്രവൃത്തിയിലോ അവന്റെ സ്വബോധം നഷ്ടപ്പെട്ട പോലെ. ഇവിടെ അപ്പിയേഴ്സ് എന്നുള്ളത്, അപ്പിയേഴ്സ് എന്നുള്ളതിന്റെ വെർബ്, സോറി സബ്ജക്റ്റ്, അപ്പിയേഴ്സ് എന്ന ഇംപേഴ്സണൽ വെർബ്, ആ ഇംപേഴ്സണൽ വെർബിന്റെ സബ്ജക്റ്റ്. അടുത്തത് ദ പ്രോനൗൺ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ചൈൽഡ് ആൻഡ് ബേബി. അടുത്തതായിട്ട് പറയുന്നത് ചൈൽഡ് ആൻഡ് ബേബി, അതായത് കുട്ടികൾ, കുട്ടി അല്ലെ, കുട്ടിക്ക് പകരമായിട്ട്, കുട്ടിക്ക് പകരമായിട്ട് ഇറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദ ബേബി ഈസ് ക്രൈയിങ്, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറ്റ് മൈറ്റ് ബി ഹംഗ്രി, ഇറ്റ് മൈറ്റ് ബി, അതിന് ഒരു പക്ഷേ ആയിരിക്കാം. ഹംഗ്രി, വിശക്കുന്നുണ്ടായിരിക്കാം. ദ ചൈൽഡ് ഇറ്റ്സെൽഫ്, ദ ചൈൽഡ് ഇറ്റ്സെൽഫ് ഹാസ് ഡൺ ഇറ്റ്. ഇവിടെ ഇറ്റ്സെൽഫ്, ആ ഇറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയെയാണ്. ആ കുട്ടി അവൻ സ്വയമായിരിക്കാം. സാധാരണ നമ്മൾ വലിയ ആണുങ്ങൾ, സോറി പുരുഷന്മാരാണെങ്കിൽ, വലിയ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ നമ്മൾ ഹിംസെൽഫ് എന്ന് പറയാം അല്ലേ. സ്ത്രീകളാണെങ്കിലോ ഹെർസെൽഫ് എന്ന് പറയും. പക്ഷെ ഇവിടെ കുട്ടി ആയതുകൊണ്ട് ഉപയോഗിച്ചത് ഇറ്റ്സെൽഫ് ആണ്, ഇറ്റ്സെൽഫ് കേട്ടോ. അപ്പൊ ബേബി ആൻഡ് ചൈൽഡ് നമ്മൾ പ്രോനൗൺ ഉപയോഗിക്കുന്നത് ഇറ്റ് ആണ് കേട്ടോ. നോക്ക് ഇനി റിഫ്ലെക്സീവ് പ്രോനൗൺസ്. അടുത്തത് റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആണ് കേട്ടോ. റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആർ യൂസ്ഡ് when the subject and object of a sentence are the same. അതായത് നിങ്ങൾ റിഫ്ലെക്സീവ് പ്രോനൗൺസ് കേട്ടിട്ടുണ്ടോ? നോക്കാം എന്താണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നുള്ളതാണ്. അതായത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും, ഒരു സെന്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ പ്രോനൗണ് വരുമ്പോൾ, സെയിം വരുമ്പോൾ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കാം. അതായത് സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം വരിക. സബ്ജക്റ്റും, എക്സാമ്പിൾ പറയുമ്പോൾ വ്യക്തമാവും കേട്ടോ. സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം, അപ്പോഴാണ് റിഫ്ലെക്റ്റീവ് പ്രോനൗൺ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് റിഫ്ലെക്റ്റീവ് പ്രോനൗൺ ഉണ്ടാക്കുക? നമ്മൾ അവയെ ഫോം ചെയ്യുന്നത് ദേ ആർ ഫോംഡ് ബൈ ആഡിങ് സെൽഫ് ഓർ സെൽസ് ടു പേഴ്സണൽ പ്രോനൗൺസ്. പേഴ്സണൽ പ്രോനൗൺസ് ഇല്ലേ, അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ നമ്മൾ പറയുന്നില്ലേ പേഴ്സണൽ പ്രോനൗൺസ്. ഐ എന്നുള്ളത്, അതുപോലെ തന്നെ വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, ഇതൊക്കെയാണ് എന്ത്? പേഴ്സണൽ പ്രോനൗൺസ്.
അതായത് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടത്, വ്യക്തികളെ സൂചിപ്പിക്കുന്നത്. ഈ പേഴ്സണൽ പ്രോനൗൺസിന്റെ കൂടെ സെൽഫ്, സെൽവ്സ്. എന്താ സെൽഫും സെൽവ്സും തമ്മിലുള്ള വ്യത്യാസം? സെൽഫ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, സെൽവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ പേഴ്സണൽ പ്രോനൗൺസിന്റെ കൂടെ സെൽഫ് എന്നുള്ളത് അല്ലെങ്കിൽ സെൽവ്സ് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ പേഴ്സണൽ പ്രോനൗൺ ആണെങ്കിൽ നമ്മൾ സെൽഫ് ഉപയോഗിക്കും, സിംഗുലർ ആണെങ്കിൽ നമ്മൾ സെൽഫ് ഉപയോഗിക്കും. അതല്ല പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെൽവ്സ് ഉപയോഗിക്കും കേട്ടോ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമ്മൾ പേഴ്സണൽ പ്രോനൗൺസ് ഒരു ഭാഗത്ത് ഏതൊക്കെയാ? ഐ എന്നുള്ളത്, വി എന്നുള്ളത്, യു എന്നുള്ളത്, ഷീ, ഹി, ഇറ്റ്, ദേ. ഇതിൽ നോക്കൂ, ഐ എന്നുള്ളത് കണ്ടോ, അതിന്റെ റിഫ്ലക്റ്റീവ് പ്രോനൗൺ വരുന്നത് എങ്ങനെയാ? മൈ സെൽഫ്. അത് സിംഗുലർ ആണ് കേട്ടോ, സെൽഫ്. ഇനി വി എന്നുള്ളത്, വി നമുക്കറിയാം പ്ലൂറൽ ആണ്, അതുകൊണ്ട് അവർ സെൽവ്സ്, സെൽവ്സ്. യു എന്നുള്ളതും പ്ലൂറൽ ആണ്, യുവർ സെൽവ്സ്. ഇനി ശ്രദ്ധിക്കുക, ഷീ എന്നുള്ളത് സിംഗുലർ ആണ്, ഷീ, അവൾ, ഹെർ സെൽഫ്. ഹി എന്നുള്ളത് സിംഗുലർ ആണ് അല്ലെ, അതിന്റെ ഹിംസെൽഫ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റീവ് ഫോമിന്റെ കൂടെ അല്ലെ, അതായത് പിന്നെ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ പിന്നെയോ പൊസസീവ് അല്ലെ. ഇപ്പൊ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നുള്ളത് മൈ എന്നുള്ളത്, മൈ എന്നുള്ളത് പൊസസീവ് ആണ് കേട്ടോ. മൈ സെൽഫ്, അവർ എന്നുള്ളത് പൊസസീവ് ആണ്, അവർ സെൽവ്സ്. അതുപോലെ തന്നെ യുവർ എന്നുള്ളത് പൊസസീവ് ആണ്, യുവർ സെൽഫ്. പിന്നെ ഹെർ എന്നുള്ളത് പൊസസീവ് ആയിട്ടും ഉപയോഗിക്കും, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടും. എന്നാൽ ഹിം എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്, ഹിംസെൽഫ് അല്ലെ, അതിന്റെ പൊസസീവ് ഹിസ് എന്നാണ് അല്ലെ. ഇറ്റ്, ഇറ്റ് സെൽഫ്, ഇറ്റ് എന്നുള്ളത് എന്താണ്? ഇറ്റ് സെൽഫ്. ദേ എന്നുള്ളത് ദം സെൽവ്സ്, ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, സോ ദം സെൽവ്സ് കേട്ടോ, ദം സെൽവ്സ്. അപ്പൊ ഇതാണ് എന്ത്? റിഫ്ലെക്സീവ്, റിഫ്ലെക്സീവ് പ്രോനൗൺസ് കേട്ടോ. നോക്കൂ, ഇനി എന്താണ്? ദ റിഫ്ലെക്സീവ് പ്രോനൗൺസ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഓൺലി ആഫ്റ്റർ ദ വെർബ് ഓർ ഒബ്ജക്റ്റ്. ഇനി റിഫ്ലെക്സീവ് പ്രോനൗണിന്റെ പൊസിഷൻ ആണ്, അതിന്റെ സ്ഥാനം. ഒന്നുകിൽ അത് വെർബിന് ശേഷം അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷം. അപ്പൊ എവിടെ ഉപയോഗിക്കേണ്ടത്? ഒന്നുകിൽ എവിടെ ആയിരിക്കാം? ആഫ്റ്റർ ദ വെർബ് ഓർ ഒബ്ജക്റ്റ് കേട്ടോ. എക്സാമ്പിൾ നോക്കൂ, യു ഷുഡ് നോട്ട് ഹേർട്ട് യുവർ സെൽഫ്. യു ഷുഡ് നോട്ട് ഹേർട്ട്, യു ഷുഡ് നോട്ട് ഹേർട്ട് യുവർ സെൽഫ്, യു ഷുഡ് നോട്ട് ഹേർട്ട് യുവർ സെൽഫ്. അതായത് ഇവിടെ വെർബിന് ശേഷം അല്ലെ, ഹേർട്ട് ചെയ്യുക, വേദനിപ്പിക്കുക എന്ന് പറയുന്ന വെർബിന് ശേഷം, അതായത് ഒന്നുകിൽ വെർബിന് ശേഷം. ഇനി അടുത്തത് നോക്കൂ, ദ ടീം ബ്ലെയിംഡ് ദംസെൽവ്സ് ഫോർ ദെയർ ഫെയിലർ ഇൻ ദ മാച്ച്. ദ ടീം ബ്ലെയിംഡ്, ബ്ലെയിംഡ് എന്ന് പറയുന്ന വേർബ്, ദ ടീം ബ്ലെയിംഡ് ദംസെൽവ്സ്, ദംസെൽവ്സ് ആണ്. ഇവിടെ ബ്ലെയിംഡിന് ശേഷം, ബ്ലെയിംഡ് എന്നുള്ളത് എന്താ? വെർബാണ്. ദ ടീം സബ്ജക്റ്റ്, ബ്ലെയിംഡ് കുറ്റപ്പെടുത്തി. ദ ടീം ബ്ലെയിംഡ് ദംസെൽവ്സ്, ടീം അവരെ തന്നെ കുറ്റപ്പെടുത്തി, പരാജയം അവരെ തന്നെ, അവരാണ് കാരണം. ഫോർ ദെയർ ഫെയിലർ ഇൻ ദ മാച്ച്. അപ്പൊ ഇവിടെയും വെർബിന് ശേഷമാണ്, ഇവിടെയും എന്താണ്? വെർബിന് ശേഷമാണ് വരുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ബാക്കി നമ്മളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും എന്ത് ചെയ്യാം? വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.